പോയാൽ നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇറങ്ങിപ്പോകേണ്ടതായിട്ട് വരും. എനിക്കറിയാം, ഇപ്പോൾ കറൂറ്റി ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാർ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവർക്ക് വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. നടന്ന് അവശതയായി പല 2-3 ആശമാർ രാജി എഴുതി കൊടുത്ത് പോകുന്ന അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അവരോട് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതിനൊരു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുന്നവരെ നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മക്കൾ പറയുന്നത്, ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് അമ്മയില്ലാത്തൊരവസ്ഥയുണ്ടാകും, ഈ പണി തുടർന്നു പോയാൽ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു സ്ത്രീ ഇല്ലാത്തൊരവസ്ഥയിൽ രാജിവെച്ച് പോകുന്ന അവസ്ഥ വരെ ഇന്ന് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുകയാണ്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരും പറയാറുള്ളത്. നമ്മൾ ഇത്രയും വർഷം ജോലി ചെയ്തെങ്കിൽ ആ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം നമ്മൾ വാങ്ങിയെടുക്കണം. എന്ത് സമരം ചെയ്തിട്ടായാലും ഇനി ഗവൺമെൻറ് നമ്മൾ ഇതിൽ കൂടുതൽ എന്താണ് തലതാഴ്ത്തി നിൽക്കാനുള്ളത്? ഇത്രയും കേണപേക്ഷിച്ചിട്ടും നമ്മുടെ സഹോദരിമാർ 25 ദിവസമായി ഇതുപോലെ കേണപേക്ഷിച്ചിട്ടും കണ്ണു തുറക്കാത്ത ഈ സർക്കാരിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? നമുക്കറിയാം, നമുക്കൊന്നുമില്ലാതെ നമ്മൾ വന്ന ഈ സ്ഥാനത്ത് നമുക്ക് ആദ്യം 300 രൂപ തന്നു, അതിനുശേഷം 500 രൂപ തന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ നമുക്കത് 1000 രൂപയാക്കി. അതിനുശേഷം ഇന്നിപ്പോൾ നമുക്ക് 7000 രൂപ വരെ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഇത് കിട്ടിയാൽ പോരാ, നമ്മളുടെ ജോലിക്ക് ഇത് കിട്ടിയാൽ പോരാ. ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ കുട്ടിക്ക് ഒരു പനി വന്നാൽ ആ പനിയുമായി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നിന്നാൽ നമുക്ക് നമ്മുടെ കൊച്ചിനെ ഡോക്ടറെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ ആ സമയത്ത് കൃത്യം നമ്മുടെ JPH വിളിക്കും. 5 വയസ്സായ കുട്ടികളുടെ ലിസ്റ്റ് ഒന്ന് തരാമോ, അല്ലെങ്കിൽ എത്ര ഗർഭിണികളുണ്ട്? അപ്പം നമ്മൾ ഈ ആശ എന്ന് പറയുന്ന ഡയറി കക്ഷത്തിൽ വെച്ചിട്ട് വേണം എവിടെ പോകണമെങ്കിലും പോവാൻ. ആ ചോദിക്കുന്ന സമയത്ത് അപ്പം ലിസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്, വീട്ടിൽ ചെന്നിട്ട് തരാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ആ സമയത്ത് തന്നെ കൊടുക്കണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണത്തിന് പോകുവാനോ ഒരു മരണ വീട്ടിൽ പോകുവാനോ ഒരു ജോലിക്കാർക്കുമില്ല അങ്ങനത്തെ ഒരവസ്ഥ. നമ്മൾക്കാണ് അത്രയും ദയനീയമായ ഒരവസ്ഥയുള്ള ആശാ വർക്കേഴ്സാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ പ്രയത്നിച്ച് പണിയെടുത്തതിൻ്റെ പ്രതിഫലം നമ്മൾ വാങ്ങിയെടുക്കാൻ എന്ത് കാര്യത്തിന് നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കണം. നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അവരൊരു സ്ത്രീയാണ്, പക്ഷെ നമ്മളാ മുറ്റത്തിരിക്കുന്ന സ്ത്രീകളെ കാണാൻ അവർക്ക് കണ്ണില്ലാത്ത അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരേറെ സുന്ദരിയായി നടക്കുന്നുണ്ട്. എന്ത് കാര്യം, നമ്മുടെ സഹോദരിമാർ 25 ദിവസമായി പൊരി വെയിലത്താണ് അവരിയ്ക്കുന്നത്. ന്യായമായ കാര്യങ്ങൾ ഇന്നലെ നിയമസഭയിൽ അവർ പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്ക് നാണാവും അവർ പറയുന്ന കേട്ടാൽ. എന്താ, അവർ ഓരോ രാജ്യത്തെ ആശമാർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് വായിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA രാഹുൽ മാങ്കൂട്ടം അതിന് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ വഴിയില്ലാതെ അവർ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അവർ ചെയ്തത്. എന്താണ് നമ്മുടെ നിയമസഭയിലെ നമ്മുടെ അംഗങ്ങൾ ചോദിക്കുന്ന കൃത്യമായ കാര്യങ്ങളാണ് നമ്മുടെ MLA മാർ ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി അവർ നിയമസഭയിൽ ഒച്ചയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കാതെ നമ്മളും മുന്നോട്ട് തന്നെ പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മൾ എന്തായാലും നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ നേടിയെടുക്കാതെ നമ്മൾ ഒരു സമരമുഖത്ത് നിന്ന് മാറില്ല എന്ന് ഉറച്ചു നിൽക്കുന്ന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ എന്നും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ പറയുന്ന പോലെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നാലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്ന നമ്മുടെ സഹോദരിമാരെല്ലാവരും അവിടെ പോയി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നമുക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുന്നവർക്ക് 1-2 ദിവസമൊക്കെ അവരുടെ കൂടെ ഇരിക്കണം. നമുക്കും ആവശ്യങ്ങൾ നമ്മുടെയും കൂടി ആവശ്യമാണ്. അവരിയ്ക്കുന്നത് നമുക്കും കൂടി വേണ്ടിയാണെന്നുള്ള ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. നമുക്ക് എന്തായാലും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്. നമ്മുടെ INTUC നമുക്ക് വേണ്ടിയാണ് ഈ സായാഹ്ന ധർണ്ണ ഇവിടെ നടപ്പിലാക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നേടിത്തരാൻ വേണ്ടി നമ്മുടെ ഒപ്പം ഇവരെല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ ഇവരുടെ പിറകിൽ നിന്നുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുൻഗണനാ
വിഭാഗത്തിലേക്ക് വരുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും